ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ വീണ്ടും ഭീകരരുടെ വിളയാട്ടം. ജനവാസ മേഖലയിൽ തൊഴിലാളികൾക്ക് നേരെയാണ് ഭീകരാക്രമണം നടത്തിയത്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അടക്കം കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരു തൊഴിലാളിക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ പക്കൽ മാരക ആയുധങ്ങൾ ഉണ്ടായിരുന്നു. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് കുൽഗാമിലെ ജനവാസ മേഖലയിൽ അവിടെ ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇടത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ഒരു കൂട്ടം തോക്കുധാരികൾ വെടിയുതിർത്തത്. ഇതിപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതലായി തന്നെ വ്യക്തമാക്കുന്നത്. വെടിയേറ്റ ഉടൻ തന്നെ പ്രദേശവാസികളും പോലീസും ചേർന്ന് അവിടെ പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും ഒരു തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ രണ്ടാമത്തെ തൊഴിലാളിയുടെ നില അത്യാഹിത വിഭാഗത്തിൽ തീവ്രപരിചരണത്തിൽ കഴിയുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീകരരെ തളയ്ക്കാൻ അമിത്ഷായുടെ സൈന്യം അതിർത്തിയിൽ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. അതുമാത്രമല്ല അവിടെ ഉൾവനങ്ങളിലേക്ക് ഓപ്പറേഷൻ വ്യാപിച്ചാൽ തന്നെ കൂടുതൽ ഭീകരർ പിടിയിലാകുമെന്ന് തന്നെയാണ് സൈന്യത്തിന്റെ നിഗമനം. അതുമാത്രമല്ല കൃത്യം നിർവഹിച്ച ശേഷം ഭീകരർ രക്ഷപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് ജമ്മു കാശ്മീർ പോലീസും സൈന്യവും പ്രദേശം പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സമീപകാലത്തായി തന്നെ ജമ്മു കാശ്മീരിൽ ഉപജീവനത്തിനായി തന്നെ എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും ന്യൂനപക്ഷ സമുദായങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഭീകര സംഘടനകളാകട്ടെ നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് സുരക്ഷാ സേന ഈ സംഭവത്തെ കണക്കാക്കുന്നത്. ഭീകരരുടെ നീക്കങ്ങൾ അവിടെ നിരീക്ഷിക്കുവാനും ഒളിത്താവളങ്ങൾ കണ്ടെത്തുവാനും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരച്ചിൽ നടത്തുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡ്രോണുകൾ മാത്രമല്ല നായകളെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുൽഗാമിലും സമീപ പ്രദേശങ്ങളിലും സൈന്യം പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നേരെ ഉണ്ടായ ഈ ഭീകരാക്രമണത്തിനെതിരെ തന്നെ രാഷ്ട്രീയ നേതാക്കളും പൊതുസമൂഹവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. സ്വന്തം നാട്ടിൽ നിന്നും മാറി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ക്രൂരവും അതുപോലെ തന്നെ ഭീരുത്വപരവുമാണ് എന്നതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇതിനോടായി തന്നെ അപലപിച്ചുകൊണ്ട് കാര്യങ്ങൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ പ്രദേശത്ത് ജോലി ചെയ്യുന്ന മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തന്നെ മുൻകരുതൽ നടപടി എന്ന നിലയിൽ സുരക്ഷാ സേന കൂടുതൽ സേനാ അംഗങ്ങളെ വിന്യസിപ്പിക്കുകയും കാവൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആക്രമണത്തിന് പിന്നാലെ തന്നെ പ്രദേശം പൂർണ്ണമായും സുരക്ഷാ സേനയുടെ അവരുടെ വലയത്തിൽ തന്നെയാണ്. ഒളിത്താവളം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉൾവനങ്ങളിലേക്ക് ഒളിച്ചുപോയ 3 ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യവും പോലീസും ചേർന്ന് ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 22-ന് അമർനാഥ് യാത്രാപാതയിൽ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം തെക്കൻ കാശ്മീരിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഭീകര ആക്രമണമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അമർനാഥ് യാത്രയുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ ഉടനീളം തന്നെ അവിടെ അതീവ ജാഗ്രതയും കനത്ത സുരക്ഷയുമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ആക്രമണം സ്ഥിരീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.